ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാ. ഐഡൽ ബേബി വീൻ എഫ് ആണ്. ഹീറോയും കോമഡി കാട്ടി ഡാഡിനോട് ഞാൻ കളിക്കായിരുന്നു. ഹിന്ദി മുണ്ടി വിണ്ടി ഡാഡി മമ്മി ഡാഡിക്ക് ഹീറോയി കോമഡി ആക്കിയായിരുന്നു. ഇതുകൊണ്ട് മമ്മിക്ക് ടെൻഷനായി. ഹിന്ദിയിൽ മുണ്ടി മണ്ണം കട്ട ഹിന്ദി പറഞ്ഞ ഒട്ടാസി പറഞ്ഞ് ഇവർ മണ്ടത്തരും കട്ട ഹീറോയും മമ്മിക്ക് ടെൻഷനായി. രണ്ടുപേരും കാലം കഴിഞ്ഞ് പിടിച്ച് ഞാൻ അടുപ്പിട്ട് കത്തിക്കും എന്നെ ഹീറോയിൻ്റെ മമ്മി പറഞ്ഞു. രണ്ടുപേരും മമ്മീനെ വെച്ച് വെരുപ്പെത്തായിരുന്നു. ഹീറോയിൻ ഡാഡിക്ക് കോൾ വന്നു. ശരി, ഓക്കെ ബേബി, ഞാൻ പോയിട്ട് വരാം. ഡാഡി എവിടേക്ക് ഡാഡി പോകുന്നത്? അയ്യോ എൻ്റെ മോളെ, ഡാഡി എവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കാൻ പാടില്ല. ഡാഡി നിനക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊണ്ടുവരാം പോസ്റ്റ് കോളേജിലേക്ക്. താങ്ക് യു ഡാഡി എന്ന ഹീറോയി ഫസ്റ്റ് ഇയർ കോളേജാണ്. ഹീറോയി കോളേജിൽ പോയി ഫ്രണ്ട് കൂടെ ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി അങ്ങനെ കോൾ വന്നു. എന്ത് പറ്റി സർ? ഇല്ല, ഇവിടെ കമ്പനിയിൽ നിങ്ങൾ കമ്പനീൻ്റെ ഇപ്പം മാനേജറാണ്, അതുകൊണ്ട് ഞാൻ CEO പറഞ്ഞുകൊണ്ട് ശരി എൻ്റെ പീറ്റേഴ്സ് മെമ്പർ 7 പേർ വരാൻ പോവാം. ഓക്കെ, അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ 7 പേർ ഇന്ത്യയൊക്കെ വന്ന് അവർ ഇങ്ങനെ കോൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞു സംസാരിക്കായിരുന്നു. അങ്ങനെയായിട്ട് ഒരു അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ അഞ്ചോടെ കൊണ്ടുപോയി സംസാരിക്കായിരുന്നു. അങ്ങനെ ഫോൺ റിംഗ് ആകുന്നു. വീടിൻ്റെ അടുത്താണ് ടേബിളിലെ ഫോണാണ്. ഫോണിൽ നോക്കി ബേബിയെന്ന് തൊട്ടു. ഷാക്കായി. ബേബിയാ? പിന്നെ ഫോട്ടോ നോക്കി. ക്യൂട്ടായിട്ടുണ്ട് ഗേള്. വാ, ക്യൂട്ടായിട്ടുണ്ട്. ആരൊക്കെ ഇങ്ങനെ അങ്കിൾ വിളിച്ചു. അത് കേട്ടെ അങ്കിൾ പേര് പറഞ്ഞു ഹേരണ്ടായിട്ടിൻ്റെ. എന്ത് പറ്റി സർ? അല്ല, ഈ ഫോണിലെ ബേബി എന്ത് വിളിക്കുക? ആരാ? ഓ ബേബിയാ. ഹലോ മോളെ, എന്ത് പറ്റി? ഡാഡി നീ എവിടെ ഉള്ളത്? അയ്യോ ഞാൻ വരാ. ആ മോളെ പ്ലീസ് ഡാഡ്, അതിനെ ഡ്രോ ചെയ്യാൻ പറ്റുമോ? ഇല്ല മാ, നീ ഫ്രണ്ടിന് കൂടെ വാ, റോസിന് കൂടെ വാ. ശരി ഡാഡി. ഡാഡി കുറച്ച് ജോലിയുണ്ട് മാ. ശരി ഡാഡ്. അങ്ങനെ റോസിനോടൊപ്പം നമ്മളെ ഹീറോയി, നമ്മളെ ക്യൂട്ടായ ഹീറോയി അനു ഫ്രണ്ടിൻ്റെ കൂടെ പോയായിരുന്നു. അനു പറയാം, മച്ചി എന്തോ ഒരു കഷ്ടമല്ലേ? അതേ റോസി, ഇവൾക്ക് എന്തൊരു പറ്റി പ്രിയക്ക്? ഹീറോയിൻ്റെ പേര് പ്രിയ എന്തൊരു പറ്റി? പോടി, അങ്ങനെ ഒന്നും പറയണ്ടടി. ഈ ഡാഡി ഭയങ്കര ബിസിയാ, എൻ്റെ കൂടെ സംസാരിക്കുന്നില്ല ഡാഡി. അയ്യോ ക്യൂട്ട് പ്രിയ, അങ്ങനെ ഒന്നും പറയണ്ടടി. ശരി, 3 ഗേൾസ് പോയി അവർ വീട്ടിൽ പോയി. ഹീറോയി വീട്ടിൽ പോയി. ബേബി അങ്കിൾ ഇതാരാ? ഇതെൻ്റെ മോളാന്ന് വീൻ്റെ പറഞ്ഞു. വീക്ക് ഹാപ്പി ആയിരുന്നു. എന്താ ചെയ്യാ? ഫസ്റ്റ് ഇയർ കോളേജാണോ? ഓ ഫസ്റ്റ് ഇയർ കോളേജാണോ? അങ്ങനെയായിട്ട് കുറച്ച് ഹാഡായിരുന്നു. അയ്യോ ചെറിയ കുട്ടിയാണോ? എന്ത് ചെയ്യുക, ചങ്കുക്ക് ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. എന്ത് ചെയ്ത് കാര്യമുള്ളൂ. കുറച്ച് സാഡായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി വീട്ടിലേക്ക് പോയി അങ്ങനെ പാർട്ടി എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ പാർട്ടിയാണ്. ആ പാർട്ടി ഹീറോയി ഡാഡിയും കൂടെ വന്നായിരുന്നു. അങ്ങനെ വീട്ടിൽ ആരോ വിളിച്ചിടുമായിരുന്നു. അവിടെ പാർട്ടിയാണ്, ഒരു പാർട്ടി. ഹീറോയി ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വന്ന് കോട്ട് ഇട്ടായിരുന്നു. അത് ഊരി കുറച്ച് ഡാൻസ് കളിക്കാമായിരുന്നു ഹീറോയി. 18 വയസ്സായി. അങ്ങനെ വൈനൊന്നും വേണ്ട, ഞാൻ പാതി കുറച്ച് ഡാൻസ് കളിക്കാമായിരുന്നു ഹീറോയി. ഇങ്ങനെ നോക്കി ഹീറോയിനെ. കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അയ്യോ എനിക്ക് ഫീലിങ്സ് വരാതെ ഹീറോയിൻ ഡാഡി ശ്രദ്ധിക്കായിരുന്നു. ഓഹോ, ഇവന് എൻ്റെ മോളെ റൂട്ട് ചെയ്യാം. ശരി. അങ്ങനെ കുറച്ച് സാഡായിരുന്നു. ഹീറോയിനെ നോക്കുക, ഡ്രിങ്ക് ചെയ്യുക, സാഡാവുക. ഇത് കണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് മനസ്സിലായി. ശരി, ഇവനോട് വെച്ച് സംസാരിക്കാം. അങ്കിൾ എന്ത് പറ്റി? ഇവൻ സാറ് വിളിക്കുക, നിങ്ങളിപ്പോൾ നിൻ്റെ സാഡ് എനിക്ക് മനസ്സിലായിപ്പാ. ഈ വയസ്സിലൊരു ലവർ പറ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു മാത്രം. ഏജ് ഗ്യാപ്പ് എൻ്റെ വൈഫിക്ക് എത്ര 12 വയസ്സ് ഞാൻ വലിയ. എന്താ അങ്കിൾ പറയണ? അതെപ്പാ, 12 ഏജ് ഗ്യാപ്പ്. ഞങ്ങൾ രണ്ടുപേരും ലവ് ചെയ്ത് മാരേജ് കഴിച്ചത്. അതുകൊണ്ട് നിനക്ക് അവളെ ഇഷ്ടമാണോ? എൻ്റെ മോളെ നീ ലവ് ചെയ്ത് എനിക്ക് മനസ്സിലായിപ്പാ. ആൾ നോക്കായിരുന്നു മാത്രം എനിക്കേത് സെറ്റായില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ട നല്ല ചെക്കന. നിൻ്റെ വീട്ടിൽ പോയിട്ട് മോം ഡാഡി വിളിച്ചുകൊണ്ട് വാ. പിന്നെ നിങ്ങൾക്ക് 2 ബുക്ക് വീട്ടിൽ ഓക്കെ എൻ്റെ മോൾ നിങ്ങൾക്ക് തരാം എന്ന് ഹീറോയിൻ ഡാഡി പറഞ്ഞ് വീണ്ടും പോയി. വീക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക്സ് അങ്കിൾ, താങ്ക് യു. ശരിടാ. അതിനായിട്ട് ചിരിച്ചിട്ട് പോയി ഹീറോയിൻ ഡാഡി. കുറച്ച് വൈൻ കുടിച്ചായിരുന്നു. 2ാമത്തെ ഗ്ലാസ് കുടിച്ച് വീക്ക് മനസ്സിലായി. പിന്നെ രാവിലെ ഓടി പോയി, അങ്കിൾ നിങ്ങൾ പറഞ്ഞത് അതെടാ ഞാൻ പറഞ്ഞ സത്യമാണ്, നീ പോയിട്ട് വാ എന്ന്
അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഡാൻസെല്ലാം കഴിഞ്ഞ് കൊറിയൊക്കെ പോയി. അവൻ്റെ വീട്ടിൽ മമ്മിയോട് പറഞ്ഞായിരുന്നു. മമ്മി ആടി കുറച്ച് സമ്മതിച്ചില്ലായിരുന്നു. നീ അവളെ മാരേജ് കഴിക്കാൻ. ഇത് അവരുടെ വീട്ടിൽ 2 ഫാമിലിയിലുണ്ട്. ആ 2 പേർക്ക് പറഞ്ഞ് പിന്നെ തീരുമാനം ഉറച്ച്. ശരി ഓക്കെ. അങ്ങനെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വന്നു. അവർക്ക് 2 പേർക്ക് ഹീറോയിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. നല്ല കുട്ടി, ഇതെല്ലാം ടാലൻ്റുണ്ട്, വീടെല്ലാം നോക്കിയായിരുന്നു, കപ്പ് മെഡൽസ് എല്ലാം ഉണ്ടായിരുന്നു. വീടിൻ്റെ കുറച്ച് ടൈപ്പുണ്ട്. അങ്ങനെ ഹീറോയിനെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എൻഗേജ്മെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് മാരേജ്. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ് ആയി. ഹീറോ അവിടെ ഹീറോയിന് സെക്കൻഡ് ഇയർ അവിടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് ഇയറാണ് ഹീറോയി പഠിക്കുന്നത്. നല്ല കെയറിങ് സ്വീറ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഹീറോയി പറയാൻ ഇങ്ങനെ ഇവരെ കോളേജിൽ പോയി ഹീറോയി ഫ്രണ്ട്സിനോട് ജോലി. ജാക്സൺ ഹീറോയിക്ക് പ്രപ്പോസ് ചെയ്ത ജാക്സൺ, ഐ എം സോറി ജാക്സൺ, ആക്ച്വലി എനിക്ക് മാരേജ് ആയി, സോറി എന്ന് ഹീറോയിൻ്റെ താലി കെട്ടിയായിരുന്നു. അത് ഹീറോയിൻ്റെ ഗോളാണല്ലേ, ഇതാണ് എൻ്റെ മാരേജ് ആയത്. അതുമുതൽ ഹീറോയ്ക്ക് കൊറിയൻ സീസ് മാരേജും ആയിരുന്നു. ഇത് റിംഗ് കാട്ടി. അങ്ങനെ ജാക്സൺ കുറച്ച് ടയർഡായിരുന്നു. ആരാ ഇവിടെ ഹസ്ബൻഡ് ജാക്സൺ ട്രൈ ചെയ്തു. മറ്റേ ജാക്സൺ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ജാക്സൺ കൂടെ ഒരാൾ മാസ്ക് ഇട്ടിട്ട് തൊപ്പിയിട്ടിട്ട് വരുന്നു. അത് കാണാൻ അവരുടെ വീട് ക്ലിയർ കാണാൻ പറ്റില്ല ജാക്സണിക്ക്. അത് എനിക്ക് നോക്കായിരുന്നു. അത് നമ്പർ കണ്ടുപിടിക്കാനായിരുന്നു ജാക്സണിക്ക്. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് അഡ്മിറ്റാണ്. അങ്ങനെ ഹീറോ കോളേജ് പോയിട്ടില്ല, അങ്ങനെ ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ തുടങ്ങി. വീട്ടിലുകാർക്കെല്ലാം ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കുട്ടി ക്യൂട്ടായിട്ട് ബോയ് ബേബി ജനിച്ച്. പിന്നെ ആർമീസ് ആക്ച്വലി എനിക്ക് മാരേജ് ആയി. ഇസ് മൈ കുറച്ച് ഡേയ്സ് ബേബി എനിക്ക് ജനിച്ച്. എന്നിട്ട് പറഞ്ഞു. എല്ലാവരും ഷോക്കായിരുന്നു. സോറി ഫ്ര ആർമീസ്. അതിനായിട്ട് മാരേജ് കഴിഞ്ഞ് പറഞ്ഞു എൻ്റെ വൈഫ് റിവോൾവ് പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോയി. ഇപ്പോൾ കുട്ടിക്ക് 6 വയസ്സായി. ഇപ്പോൾ ആണ് എല്ലാവരോടും പറഞ്ഞ് ഇപ്പോൾ റിവോൾവ് ചെയ്യാൻ പോകുന്നത്. ജാക്സൺ വീണ്ടും പുറകിൽ നടക്കായിരുന്നു. ഹീറോയി അക്സെപ്റ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഹീറോയി തേർഡ് ഇയറാണോ, അതുകൊണ്ട് ജാക്സൺ കഴിഞ്ഞ് പഠിച്ചതിന് അങ്ങനെ എല്ലാവരും അതിൽ ഹീറോയിനും ഇൻട്രോ ചെയ്തു. ജാക്സണൊക്കെ ഷോക്കായി, ഇവനാണ് ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെ ആയിട്ട് ഹീറോയി ഞാൻ വീട്ടിലേക്ക് പോവാം. ശരിടി നീ വീട്ടിൽ പോയിക്കോ, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു.